കുറച്ച് നേദ്യച്ചോറ് തരട്ടെ. ഇപ്പോ നിമിഷകവതിയൊന്നും തോന്നാറില്ലേ? തെക്കേ മുറ്റം വിട്ടെങ്ങും പോകാത്തൊരാൽമരം ഇലക്കൈ വിരലാലെണ്ണി നാമം ചൊല്ലുന്നൊരാപ്പകൽ. കവിത നന്നായിരിക്കണു. എന്റെ അല്ല, കുഞ്ഞിരാമൻ നായരുടെ. ഉപ്പും പച്ചമുളകും വേണമെങ്കിൽ ഷാരത്തിന് വാങ്ങിച്ചോളൂ. ആഹാ, നെയ്യും വന്നു. നേതച്ചോറുണ്ടായിരുന്നു. ആൽത്തറയിൽ ആശാന് കൊടുത്തു. പാവം. പലഹാരം ഉണ്ടാക്കാനൊന്നും ആളില്ല. ചായയുടെ വെള്ളം തളച്ചത്തിട്ട് തരട്ടോ ഞാൻ. അതിന് തന്നെ ചെക്കൻ വാലിമേന്ന് വിടാതെ എന്നും അടിയന്റെ കൂടെ പോരാ. ആഹാ, അവിടെ നിന്നിട്ടോ. പലഹാരത്തിന് അരയ്ക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഒരു പണിക്കാരുടെ കിട്ടാണ്ട് വലഞ്ഞു കാളിയെ. ആരെങ്കിലും കിട്ടിയിട്ട് മതി പോവാന്ന് അടിയനും ആ മീനാക്ഷി ഇമ്പ്രാളത്തിയോട് പറഞ്ഞതാ. കേക്കണ്ടേ? ചോദിച്ചാ എന്തും ഞാൻ കൊടുക്കും. പിന്നീട് കളവ് കാട്ടുകാശ എങ്ങനെയാ നിർത്തുക? അന്നറിയാൻ മാത്രം ഞാൻ ഇത്തിരി പറഞ്ഞു. തോട്ടങ്ങല്ലോ മൂഞ്ചിയും മോറും വേർപ്പിക്കാൻ ആരായാലും പറയില്ലേ? കാളിയെ, ആ തൊഴുത്തിലെ ചാണകം വാരി പശുക്കുട്ടി അഴിച്ചു കെട്ട്. എന്നിട്ട് മതി ബാക്കി മുറ്റടിക്ക. ഇമ്പ്രാളത്തിയമ്മോ, ഈ പയ്യ കുത്താൻ വരുവാ. എന്നാ അവിടെ നിന്നോട്ടെ. അച്ഛനാര് വന്നിട്ട് കെട്ടിക്കോട്ടെ. മാളൂട്ടിയമ്മേ, മാളൂട്ടിയമ്മേ. ആ, അച്ഛനാര് വന്നോ? എന്തായി അച്ഛനാരെ? പലരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വടക്കുമുറി ദേവിയമ്മയ്ക്ക് 2 കുട്ടികളുണ്ട്. കഞ്ഞി കുടിക്കാൻ വഴിയില്ല. എന്നാലും അടുക്കളപ്പണിക്ക് പറഞ്ഞേക്കില്ല. ഇനി എന്താ ചെയ്യാ? ആരോടെങ്കിലും പറഞ്ഞു നോക്കാം. ഇനി പരിദാസനം കൂടി ഇങ്ങോട്ട് വന്നാ നാഴേക്ക് 40 വട്ടം ചായ വേണം. അവനെ കാണാൻ ആളുകൾ വരും. അവർക്ക് ചായ, 2 കൂട്ടം കൂട്ടാൻ. എനിക്കാണ് ഇത്തിരി നേരം അടുക്കളയിൽ നിന്നാ മതി. തോട്ടങ്ങും കാല് ചുട്ടു നീറാൻ. അത് അടിവാദത്തിന്റെയാ. വൈദ്യമഠത്തിന്റെ തൈലം തീർന്നാ പറഞ്ഞോളൂട്ടോ. നിങ്ങൾ നായരാവണം നമ്പ്യാരാവണം എന്നൊക്കെ പറഞ്ഞ ഇക്കാലത്ത് കിട്ടില്ല. വൃത്തിയും വെടുപ്പും ഉള്ള ആരായാലും മതി. ഞാനിത് എങ്ങനെ അങ്ങോട്ട് പറയൂന്ന് വിചാരിച്ചിരിക്കുക. എന്നാ വഴിയുണ്ടാവും. പണ്ടൊക്കെ വേറെ ജാതിക്കാരനകത്ത് കടക്കൂ. ഹരിദാസന്റെ കൂടെ പഠിക്കണവര് വന്ന നേരെ മുകളിലേക്കല്ലേ വിളിച്ചുകൊണ്ടുപോവാ. കഴിഞ്ഞ ഓണക്കാലത്ത് വന്നവർ അച്ഛനാര് കണ്ടു. അവര് പോയപ്പോ ഹരിദാസൻ പറയേ, അതിലൊരാള് മാപ്പിളയാന്ന്, ഒരാള് ചെറുമോനും. പറഞ്ഞിട്ടില്ല, അറിയില്ല കേട്ടോ. നല്ല തറവാടുത്തുള്ള കുട്ടികള്. അച്ഛനാര് വരും, ഒരു ഗ്ലാസ് ചായ തരാം. മാലവർത്തിയേ, മാലവർത്തിയേ. കുട്ടിശങ്കരമേനോൻ വരണ്ടേ? വടക്കേർത്ത് എത്തിയപ്പോ വയറ്റിന്നൊരു കാഴ്ച മാതിരി. കഞ്ഞിൽ എവിടെ ഉണ്ടോ? തൃപ്പിട്ടെടുക്കേ. ചെറുമിക്ക് കൊടുക്കാനുള്ള കഞ്ഞേ ഉള്ളൂ. ഇതാ, ഇത് കഴിച്ചോളൂ. എന്തൊരു താളം താളം. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെയാ. എപ്പോഴാ വിശപ്പ് വരാ, എദ്യാ വിശപ്പ് വരാന്നൊന്നും പറയാൻ പറ്റില്ല. വിശപ്പ് കേട്ട് വന്നാ എന്തെങ്കിലുമൊക്കെ വാരി വെച്ച് നിന്നണം. ചോറോ കഞ്ഞിയോ, ഇല്ലെങ്കിൽ അപ്പ തലറിഞ്ഞു വീഴും. 2 ദിവസം ഇല്ലേ ചുനാര്? എനിക്ക് തോന്നുന്നത് ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതിനകത്തിന് എന്തെങ്കിലോ വാരി ഒളിച്ച് വെളിയിലേക്ക് ഇട്ടുക. അപ്പോ കുട്ടിശങ്കരമേനോ നോക്കിയില്ലേ? അതിനെങ്ങനെയാ? സൂചി കുത്തി അവരെന്നെ ബോധം കെടുത്ത് ഉറക്കിയില്ലേ? അല്ലേ ഞാൻ നോക്കില്ലേ? ഇങ്ങനെ നാട് മുഴുവൻ തെണ്ടണ നേരം കൊണ്ട് ആ പറമ്പിൽ ഇത്തിരി കൊത്തും കിളയും ചെയ്തുകൂടി. പലഹാരം ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടില്. ഇവിടെ ഒന്നുമില്ല. ഭാഗം കഴിഞ്ഞ് പോയത് വെച്ചാലും
എനിക്ക് മാളൂർത്തി വേറെ ഒന്നും വിചാരമില്ല കേട്ടോ അച്ഛനാരെ. ആവോ ആ ചൂടുവെള്ളം കൂടി ചെന്നപ്പോ ഒരു വിയർപ്പും ഒരു ആശ്വാസവും. എന്നാ ഞാൻ കിഴക്കുംപാട്ടേക്കുള്ള വഴി ഏതാണ്? ഈ കുട്ടി അവിടെ പണിക്ക് നിർത്താനാ? അമ്പലത്തിന്റെ അവിടെ പോയി ചോദിച്ചാ മതി. ആ പാടി. കിഴക്കുംപാട്ടേക്കുള്ള വഴി ഏതാണ്? ഞങ്ങൾ അക്കരന്ന് വരിക. ആരാ നിങ്ങളെ അയച്ചേ? ഞങ്ങളോട് വന്ന് പറഞ്ഞത് നെയ്ത്തമാപ്പിളയാണ്. മാപ്പിളയോട് പറഞ്ഞത് ഇവിടുത്തെ കാര്യസ്ഥനാ. രണ്ടടി നടന്നാ കിതയ്ക്കും, വയ്യ. അയറിയിരിക്കൂ. ആവോ, കേക്കും പാട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇക്കരയ്ക്ക് ഞാൻ അധികം വന്നിട്ടില്ല. അക്കരെ എവിടെയാ വീട്? ഞങ്ങള് വെളുത്തടത്തോരാ. ഇതെന്റെ മോളുടെ മോളാ. എവളുടെ അമ്മ മരിച്ച പിന്നെ ദേശപ്പണിയുടെ കാര്യമൊക്കെ മോശ. ആ മക്കളില്ലേ? ഉവ്വ്, മരിച്ചവളുടെ മൂത്തത് ഒരു മോനുണ്ട്. അവന്റെ ഭാര്യ ഞാനും കൂടിയിട്ട് പലക്ക്. എന്താ പേര്? കുഞ്ഞുമാളു. മറ്റെവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. മകൻ പഠിപ്പ് കഴിഞ്ഞു വന്ന അവനും കൂടി ഉണ്ടാവും. അവനും സ്ഥിരമായിട്ടുണ്ടാവില്ല, വല്ല ജോലിയായി പോണവരെ ഉണ്ടാവും. പുറംപണിക്ക് ചെറുമയുണ്ട്. ഇപ്പൊ എല്ലാ വീട്ടിലും സോപ്പിന്റെ പൊടി കൊണ്ടുള്ള അലക്ക് ഇസ്തിരിപ്പെട്ടിയായി. ഞങ്ങളെ കൊണ്ട് ആവശ്യം ഇല്ലാണ്ടായി. വയ്യാത്തടുത്ത് വഴി നടന്നാലേ ഇന്ന് ഇവിടെ പാത്തിട്ട് നാളെ പോവാ. വൈകുന്നേരത്തേക്ക് എത്തുമെന്നും പറഞ്ഞു പോന്നതാ. ഞാൻ നടക്ക. മാസം കാര്യസ്ഥൻ അച്ഛനേരം കയ്യിൽ ഇവളുടെ ശമ്പളം കൊടുത്തേക്കട്ടോ. ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ നടക്കണ കുഞ്ഞുമാളു. പോരുമ്പം പറഞ്ഞില്ലേ, നല്ല പേര് കേൾപ്പിച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ലതാ. ഞാൻ നടക്കട്ടെ. ഇളകരം മാറിയിട്ടില്ല പെണ്ണിന്. ഏറ്റല്ല, ഒക്കെ ശരിയായിക്കോളും. ഇടയ്ക്ക് വരൂട്ടോ. കുഞ്ഞുമാളു വരൂ. ഞാൻ അവിടെയാ കിടക്കുക, നിനക്ക് ഇവിടെ കിടക്കാം. രാത്രി വിളിച്ചാ കേൾക്കണടുത്ത്. അടുക്കള കിണറാ, അതുകൊണ്ട് വെള്ളം കെട്ടിപ്പേര് കൊണ്ടുവരുന്ന പണിയൊന്നും ഇല്ല. വിറക് ചെറുമം വെട്ടിട്ടോളും. വൃത്തി വെടുപ്പാണ് കാര്യം. കഴിഞ്ഞ വേനൽപൂട്ടിന് ഹരിദാസൻ വന്നപ്പോ ചോറിലൊരു മുടി കണ്ടു. 3 ദിവസത്തിന് പിന്നെ ചാപ്പാട് കഴിച്ചില്ല. നിന്റെ സാധനങ്ങളൊക്കെ ആ വടക്കേ കുട്ടിയറയില് ഒരു ഇരുമ്പ് പെട്ടിണ്ട്, അതില് വെച്ചട്ടോ.
അലവി തരാനുള്ളത് മുഴുവൻ തന്നില്ല. ഇനിയുണ്ട് ബാക്കി 20. നാളെ തോട്ടങ്ങളൊക്കെ പുറം പണിക്കാരെ 2 ആണുങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അക്കരെന്നൊരു വെളുത്താഴ്ത്തിക്കുട്ടി വന്നിട്ടുണ്ട് പണിക്ക്. ആ നെയ്ത്തം പറഞ്ഞിട്ടാണത്രേ. നേരാ, നെയ്ത്തിനോട് ഞാൻ പറഞ്ഞിരുന്നതാ. ആളെങ്ങനെ? വന്നിട്ടല്ലേ ഉള്ളൂ. വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ അകത്തൊരാളുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. വെളുത്താഴ്ച കണ്ടാ തോന്നില്ല. ഇനി അത് ആരോടും വിസ്തരിക്കാനും പോണില്ല. കാര്യം നടക്കട്ടെ. അടയ്ക്കക്കാരൻ അവധി പറഞ്ഞ നാളെയാണേ. ശരി, നാളെ പോയി നോക്കാം. പിന്നെ ഒരു 10 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ബാക്കി തന്നാ മതിയായിരുന്നില്ലേ? ഇതാ. ഓ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ആ. ദീപം ദീപം തിരുശ്രീയത്തുള്ള കൂട്ടത്തിലാ. എന്നാലും തിരുകൂടി പ്രായമുള്ളത് മതിയായിരുന്നു. താഴെയുള്ളവര് പഠിക്കുന്നുണ്ടോ? ചെറിയൊരു 2 ആളും. നിങ്ങളുടെ അച്ഛൻ ഒന്നും തരില്ലേ? ആദ്യമൊക്കെ തന്നിരുന്നു. ഇപ്പോ ചെറിയൊരു 2 ആളെ അയച്ചു നോക്കി, ഒന്നും കൊടുത്തയച്ചില്ല. പാവം. ഇപ്പൊ അച്ഛൻ വേറെ സംബന്ധം കഴിച്ചിട്ടുണ്ടത്രേ. ആണായാലും പെണ്ണായാലും മണ്ടേല് വരെ നന്നാവണം. നീ വിളക്കടച്ചു പോയി കിടന്നോ.